കണ്ണൂർ പയ്യന്നൂരിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തലിന് പിന്നാലെ നിർണായകമായ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അജീഷ്, യോഗം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആരോപണ വിധേയനായ MLA TI മധുസൂദനനും ഈ യോഗത്തിന് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ, അതായത് വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകും എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് യോഗം തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ ആരോപണങ്ങൾ നേരിടുന്ന പ്രധാനമായിട്ടുള്ള നേതാവ് TI മധുസൂദനൻ ഈ യോഗത്തിൽ എത്തിയത്. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. 3 മണിക്ക് ആണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയത്. 4 മണിയോടെയാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. എന്തായാലും ഈ യോഗത്തിൽ പ്രധാനമായും എടുക്കുന്ന തീരുമാനം വി കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയാണ്. പാർട്ടി നിലവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പാർട്ടിയെ പരസ്യ പ്രസ്താവനയിലൂടെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ എന്നാണ് പാർട്ടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പാർട്ടി അന്വേഷിച്ച് തള്ളിയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് വി കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ച കാര്യങ്ങൾ അത് 2 അന്വേഷണ കമ്മീഷനുകൾ പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ ഒരു ക്രമക്കേടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പാർട്ടി ഫണ്ടുകളിൽ നിന്നോ അക്കൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ആ പാർട്ടി അന്വേഷിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഇത് ഉന്നയിച്ചത് അത് ശത്രുക്കളുടെ കൊടാലിക്കൈയായി മാറിയാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് എതിരെയുള്ള അച്ചടക്ക നടപടി അത് കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാക്കൾ P ജയരാജൻ, MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. TI മധുസൂദൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുക്കുന്ന തീരുമാനം അത് നാളെ ജില്ലാ കമ്മിറ്റിയിൽ വയ്ക്കും. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ആയിരിക്കും ആ തീരുമാനത്തിന് അന്തിമ അംഗീകാരം നൽകുക. നാളെ ആയിരിക്കും ഒരുപക്ഷെ ഈ പാർട്ടിയുടെ നടപടി സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു വിശദീകരണം അല്ലെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പായി ഇറക്കുകയോ ചെയ്യും. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.